ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്റ്റേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്. ഇന്ന് ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 5ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കം നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അല്ലേ. എന്താണ് എസ്തേർ എന്ന പുസ്തകത്തിന്റെ പ്രത്യേകതകൾ, ഏത് പശ്ചാത്തലത്തിലാണ് ആ പുസ്തകം എഴുതിയിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ യഹൂദ ജനത്തിന്റെ ജീവിത പശ്ചാത്തലം എപ്രകാരമായിരുന്നു, അതുപോലെ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം, അത് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ, മേജർ ടോപ്പിക്സ് ഡിസ്കസ്ഡ് എന്തൊക്കെയാണ്. നമ്മളൊരു ചെറിയൊരു ടാഗ്ലൈൻ വെച്ച് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ്? ഗേൾ പവർ, ഗോഡ്സ് ഇന്റർവെൻഷൻ. ഒന്നാമത്തേത് എന്താണ്? ദ ഇന്റർവെൻഷൻ ഓഫ് ഗോഡ് ആൻഡ് ദ ലിബറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിന്റെ ഇടപെടലും ദൈവജനത്തിന്റെ വിമോചനവും. 2 നമ്മൾ പഠിച്ചത് റിപ്പൻറ്റൻസ് ആണ്. എന്തായിരുന്നു റിപ്പൻറ്റൻസ്? പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് ക്ലിയർ ദ വേ ടു റിസോൾവിംഗ് ഡിഫിക്കൽട്ടീസ്. അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിക്കുന്നു. പിന്നെ ഗേർൾ എന്നുള്ളതിന്റെ എന്നുള്ളത് ലവ്, മ്യൂച്വൽ ലവ്, ദ മ്യൂച്വൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ് ദാറ്റ് ഗോഡ്സ് പീപ്പിൾ ഷുഡ് ഹാവ് ഫോർ ഈച്ച് അതർ. ദൈവജനത്തിന് അന്യോന്യം ഉണ്ടായിരിക്കേണ്ടുന്നതായിട്ടുള്ള കരുതലും ധാർമ്മിക ബാധ്യതയും എന്നുള്ള പോയിന്റ്. അതിനുശേഷം 2ാമത്തെ ഭാഗം പവർ എന്നുള്ളിടത്ത് പി, പ്രൈഡ്. ദി ആൻസർ ഗോഡ് ഹാസ് ഫോർ പ്രൈഡ്. അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി. വുമൻ അസൈൻഡ് ടു ദ ടാസ്ക് ഓഫ് ലിബറേഷൻ. എന്താണ്? വിമോചനത്തിന് വേണ്ടിയുള്ള ചുമതല, വിമോചനത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട വനിത. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. 1. Mysterious unfolding of divine mercy for the redemption of people is called. ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിനായി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്തെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഒയ്ക്കനോമിയ എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഒയ്ക്കനോമിയ. മിസ്റ്റീരിയസ് അൺഫോൾഡിംഗ് ഓഫ് ഡിവൈൻ മേഴ്സി ഫോർ ദ റിഡംഷൻ ഓഫ് പീപ്പിൾ. ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രഹസ്യമായിട്ട് വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവകൃപയെ എന്ത് വിളിക്കുന്നു? ഒയ്ക്കനോമിയ എന്നാണ് ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റിംഗ് സെക്ഷൻ ഓഫ് ഹീബ്രു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് കോൾഡ്. എബ്രായ പഴയ നിയമത്തിലെ എഴുത്തുകളെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ കെത്തുബീം അല്ലെങ്കിൽ കെത്തുബീം എന്നുള്ളതാണ്. കെത്തുബീം എന്നാണ് വിളിക്കുന്നത്. ദി ബുക്ക് ഓഫ് എസ്റ്റേർ ഇസ് പൊസിഷൻഡ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. എവിടെയാണ് എസ്തേറിന്റെ പുസ്തകം? നെഹമ്യാവിന്റെയും ഇയ്യോബിന്റെയും പുസ്തകത്തിന്റെ ഇടയിലാണ്. ഇൻ ബിറ്റ്വീൻ നെഹമായ ആൻഡ് ജോബ്. ഇനി റൈറ്റ് 2 സ്പെഷ്യാലിറ്റീസ് ഓഫ് ദി ബുക്ക് ഓഫ് എസ്തേർ. എസ്തേറിന്റെ പുസ്തകത്തിന്റെ 2 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. 1, ഈ ഒരു പുസ്തകം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന പദമോ അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദമോ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും എന്താണ്? ദൈവാശ്രയത്തോട് ജീവിക്കുന്ന സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന കൃപയെയും ദൈവകൃപയുടെ വ്യാപാരത്തെയും നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 2ാമത് എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകത്തിൽ മറ്റ് ഒരു പുസ്തകങ്ങളിൽ പോലും പരാമർശിക്കുന്നില്ല. There is no mention of the events that happened in this book in any of the other books of the Bible. എന്നാലും we see many ideas about divine operations and about complete faith in God which are found elsewhere in the Bible. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം കാണാൻ സാധിക്കുന്ന ദൈവിക വ്യാപാരത്തിന്റെയും ദൈവഭക്തിയുടെയും അനവധി ആശയങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ 2 പ്രത്യേകതകളായിട്ട് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കണം. ഇനി വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ദ ബുക്ക് ഓഫ് എസ്തേർ ഇസ് റിട്ടൺ? എസ്തേറിന്റെ പുസ്തകം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം BC
483 തൊട്ടിട്ട് 473 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് അഹശ്വേരോഷ് രാജാവിന്റെ ശീതകാല തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ താമസിച്ചിരിക്കുന്ന സമയത്ത് നടന്നതായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? അതായത് സൈറസ് രാജാവിന്റെ കാലത്ത് ഈ യഹൂദന്മാർക്ക് തിരിച്ച് അവരുടെ ദേശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചിട്ടും തിരിച്ചു പോകാതെ അവിടെ തന്നെ താമസിക്കുന്നതായിട്ടുള്ള യഹൂദരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറെ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് സൈറസ് രാജാവിന് ശേഷം ഏകദേശം 50 വർഷക്കാലത്തിന് ശേഷം അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടത്തിൽ ശൂഷൻ രാജധാനിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം അവിടുത്തെ പ്രധാന കഥാപാത്രങ്ങളെ പറ്റി നമുക്ക് അവിടെ എഴുതാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്, യഹൂദ ജനത്തിന്റെ ആ കാലഘട്ടത്തിലെ ലിവിങ് സർക്കംസ്റ്റൻസസ്, അവരുടെ ജീവിത പശ്ചാത്തലം എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ എഴുതുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനെപ്പറ്റി അതിനുള്ള ക്വസ്റ്റ്യൻ വേറെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പശ്ചാത്തലം എന്ന് ചോദിക്കുമ്പം ഇതെല്ലാം ചേർത്ത് എഴുതണം. പ്രധാന കഥാപാത്രങ്ങൾ എഴുതണം, യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലം എഴുതണം, എഴുതിയ കാലഘട്ടം എഴുതണം, ഏത് സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതും എഴുതണം. നെയിം ഓഫ് ദി വിന്റർ ക്യാപിറ്റൽ ഓഫ് കിങ് അഹസ്വേറസ്. അഹശ്വേരോഷ് രാജാവിന്റെ ശീതകാല തലസ്ഥാനമായിരുന്നു ശൂഷൻ രാജധാനി. ദി പാലസ് ഓഫ് സൂസ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം മീനിങ് ഓഫ് ദി പേർഷ്യൻ നെയിം എസ്തേർ. എസ്തേർ എന്ന പേർഷ്യൻ പേരിന്റെ അർത്ഥം എന്താണ്? എസ്തേർ എന്ന പേർഷ്യൻ പേരിന്റെ അർത്ഥം നക്ഷത്രം, സ്റ്റാർ എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ വേർഡ് എസ്തേർ റെപ്രസെന്റ്സ്? ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രവാസത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന പ്രകാശം, അല്ലെങ്കിൽ ദ ഹിഡൻ ലൈറ്റ് which is the hidden light in exile എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. What is the Hebrew name of Esther? What does it mean and what does it represent? എസ്തേറിന്റെ എബ്രായ നാമം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അത് എന്തിനെ വെളിപ്പെടുത്തുന്നു? എസ്തേറിന്റെ എബ്രായ നാമം ഹദസ്സെ അല്ലെങ്കിൽ ഹദസ എന്നുള്ളതാണ്. അതിന് കറ്റാർവാഴ എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. മിർറ്റിൽ, അലോ എന്നൊക്കെയുള്ള ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ്, ബ്യൂട്ടി, സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ്. നീതി, സൗന്ദര്യം, മനോബലം, പ്രതിരോധശേഷി. ഇതൊക്കെയാണ് നീതി, സൗന്ദര്യം, മനോബലം, പ്രതിരോധശേഷി. ജസ്റ്റിസ്, ബ്യൂട്ടി, സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ്. ഇനി അടുത്തത് ഏതാണ്? What information do we get about the living circumstances of Jews in exile all over the Persian Empire? പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉടനീളമുള്ള പ്രവാസത്തിലിരിക്കുന്ന യഹൂദന്മാരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിവുകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? എന്തൊക്കെയാണ്? ഒന്ന്, അവർ തങ്ങളുടെ സ്വത്വം എന്ത് എന്ന് മറക്കാത്തവരും. പീപ്പിൾ they didn't forget their essence. ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും പിന്തുടർന്നവരും. They continue to follow their ritualistic observances and the discipline of their faith. തങ്ങളുടെ പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ചവരുമാണ്. They tried to fulfill their duties to the country of their exile. അപ്പം എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? തങ്ങളുടെ സ്വത്വം എന്ത് എന്നവർ മറന്നില്ല. അതോടൊപ്പം തന്നെ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും ശക്തമായിട്ട് തന്നെ അവർ ഫോളോ ചെയ്തു. അതോടൊപ്പം തന്നെ അവരായിരിക്കുന്ന ദേശത്തിന്റെ ചുമതലകളും അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് യഹൂദ ജനത്തിന്റെ ജീവിതത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ദ ഡിവൈൻ പ്ലാൻ ഫോർ ദ ലിബറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തിന്റെ വിമോചനത്തിനായിട്ടുള്ള ദൈവിക പദ്ധതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ 5 പോയിന്റ്സ് വിച്ച് ആർ ദ മേജർ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ ദ ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ എന്ന ഒരു എസ്സേ ചോദ്യത്തിന് തന്നെ സാധ്യതയുള്ള ഒന്നാണ്. അതിന്റെ ഓരോരോ പോയിന്റ് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ദൈവത്തിന്റെ ഇടപെടലും ദൈവജനത്തിന്റെ വിമോചനവും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിമോചനത്തിനായിട്ടുള്ള ദൈവിക പദ്ധതി വിശദീകരിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? ഒന്ന്, ഹാമാന്റെ ഒരു ദുരുപായം എന്താണ്? മൊർദെഖായിയെയും യഹൂദ ജനത്തെയും മുഴുവൻ പെർഷ്യൻ അവിടെ നിന്ന് നശിപ്പിച്ചു കളയണം, നീക്കിക്കളയണം എന്നുള്ള ഒരു ദുരുപായം. അതിന് ദൈവം തന്റെ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൈവം എടുത്തിരിക്കുന്ന കുറെ പദ്ധതികളാണ് നമുക്ക് ആദ്യോടന്തം കാണാൻ സാധിക്കുന്നത്. എവിടെ തൊട്ടാണ്? വസ്തി രാജ്ഞിയുടെ സ്ഥാനഭ്രംശം മുതൽ എസ്തേറിന്റെ രാജ്ഞി പദവിയിലേക്കുള്ള ആരോഹണം, മൊർദെഖായിയുടെ ജാത്യാഭിമാനം,
ദൈവപ്രവൃത്തിയെക്കുറിച്ച് മൊർദെഖായിക്കും എസ്തേറിനും ഉണ്ടായിരുന്ന ബോധ്യം, യഹൂദ ജനത്തിന്റെ അജയ്യതയെക്കുറിച്ച് ഹാമാന്റെ ഭാര്യയുടെയും അവന്റെ വിദ്വാൻമാരുടെയും തിരിച്ചറിവ്, മൊർദെഖായി തനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരം നൽകുന്നതിലേക്ക് രാജാവിനെ നയിച്ച സംഭവങ്ങൾ, ഹാമാന്റെ ദുഷ്പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലം, ഈ സംഭവങ്ങളെല്ലാം തന്നെ കോർത്തിണക്കി വെച്ചിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, all these reveal the care that God takes in the matter of his people and the methods that God adopts for their redemption. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതലും അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള മാർഗങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങൾ എഴുതണം? ഡിപ്പോസിംഗ് ഓഫ് ക്വീൻ വാഷ്ടി, elevation of Esther as queen, Mordecai's pride in his Jewish ancestry, the conviction that Mordecai and Esther had about the works of God, the realization of Haman's wife and advisors that Jewish people are unconquerable, the events that led the king to reward Mordecai for the favor done to him, the punishment that Haman got for his evil actions. ഇതെല്ലാം തന്നെ എന്താണ്? ദൈവജനത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതാൻ സാധിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് the mutual love and commitment that God's people should have for each other explained. ദൈവജനത്തിന് പരസ്പരം ഉണ്ടായിരിക്കേണ്ടുന്ന കരുതലും ധാർമ്മിക പ്രതിബദ്ധതയും വിശദീകരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ്? എസ്തേറിന്റെ പുസ്തകം അതീവ ശക്തമായിട്ട് പകർന്നു തരുന്ന ഒരു സന്ദേശമാണിത്. ഇത് നമ്മൾ 3 വിഭാഗമായിട്ട് നമ്മൾ പഠിച്ചു. മൊർദെഖായിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം, എസ്തേറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം, യഹൂദ ജനത്തിന്റെ പൊതു സ്വഭാവത്തെ പറ്റി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ദൈവജനം എപ്രകാരമായിരിക്കണം എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, Mordecai was always concerned about all the Jewish people and was ever attentive to their welfare. യഹൂദ ജനത്തെ മുഴുവനായും കരുതുവാനും അവരുടെ ക്ഷേമം ഉറപ്പിക്കുവാനും മൊർദെഖായി ബദ്ധശ്രദ്ധനായിരുന്നു. അതുപോലെ തന്നെ യഹൂദരുടെ ശത്രുവായിരുന്ന ഹാമാൻ ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിതീവ്രമായി എതിർക്കുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. We can see how intensely Mordecai responds to Haman's effort to wipe out the people of God. 3, എസ്തേറിന്റെ മനസ്സിലെ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തി ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ധൈര്യം ഉറപ്പിക്കുന്നത് ആരാണ്? മൊർദെഖായി ആണ്. It was Mordecai's word which gave courage to Esther to ensure the welfare of her people even in a hostile situation. ഇങ്ങനെയാണ് മൊർദെഖായി എപ്രകാരം ദൈവജനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, ദൈവജനത്തോടുള്ള നമ്മുടെ ധാർമ്മിക ബാധ്യത, കരുതൽ എപ്രകാരമായിരിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? എസ്തേറിനെ പറ്റി പറയണം. എന്തൊക്കെയാണ്? സ്വന്തം ജനത്തിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ടാണ് എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുവാൻ നിശ്ചയിക്കുന്നത്. എസ്തേർ വാസ് ഈവൻ റെഡി ടു ഡൈ ഫോർ ഹെർ പീപ്പിൾ ഇഫ് നെസസറി. 2, ഒരു അവസരം ലഭിച്ചപ്പോൾ സ്വന്തം രക്ഷയോ സ്വന്തം പിതൃഭവനത്തിന്റെ രക്ഷയോ അല്ല, മറിച്ച് സ്വന്തം ജനത്തിന്റെ മുഴുവൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് എസ്തേർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. When king grants her permission, she acts not only for her own safety or for the safety of her father's house, but for the protection of all her people. മൂന്നാമത് നമുക്ക് ദൈവജനത്തോടുള്ള കരുതലും സ്നേഹവും എപ്രകാരമായിരിക്കണം എന്നുള്ളത് യഹൂദ ജനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ്? പരസ്പരം ഉള്ള കരുതൽ ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുന്ന യഹൂദ ജനത്തിന്റെ പൊതു സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1, ബാബിലോണിലെ അവരുടെ ജോലികളും ചുമതലകളും നിറവേറ്റുമ്പോഴും ദൈവത്തിന്റെ സ്വന്തം ജനമാണ് തങ്ങൾ എന്ന അവബോധം അവർക്കുണ്ടായിരുന്നു. They understood that they were God's own people. തങ്ങളുടെ ഉദ്ധാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ സ്വന്തം പാരമ്പര്യങ്ങളിലൂടെ അടിയുറച്ച ജീവിതശൈലി അവർക്കുണ്ടായിരുന്നു. Their unwavering belief in their God, their Redeemer and Savior, and their lifestyle based on their traditions were assets to them. അതുപോലെ തന്നെ യുദ്ധമുഖത്ത് പോലും രാജാവിന്റെ കൽപ്പനയാൽ ശത്രുക്കളെ അവർ നിഗ്രഹിച്ചിട്ട് പോലും കവർച്ചയ്ക്കായി യഹൂദ ജനം കൈനീട്ടിയില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ
കാണിക്കുന്നത് എന്താണ്, ദൈവജനം എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമായിട്ട് ഈ ഒരു മൊർദെഖായിയും എസ്തേറും യഹൂദ ജനവും ഒക്കെ മാറുകയാണ്. ഇതൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റണം. ഇനി അടുത്തത്, didn't lay their hands for plunder who, കവർച്ചയ്ക്കായി കൈ നീട്ടിയില്ല. ആരാണ്? യുദ്ധമുഖത്ത് പോലും രാജാവിന്റെ ഉത്തരവനുസരിച്ച് യഹൂദ ജനം ശത്രുക്കളെ തോൽപ്പിച്ചിട്ടും ഈ യഹൂദ ജനം കവർച്ചയ്ക്കായി കൈ നീട്ടിയില്ല. did not lay their hands on the plunder. It shows the community that adheres to the principles of justice in war. യുദ്ധനീതി പാലിക്കുന്ന ജനസംഘമായിരുന്നു യഹൂദ ജനം എന്നുള്ളതാണ് അവിടെ നമുക്ക് വെളിപ്പെട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു റിപ്പൻഡൻസ്, prayer and fasting clear the way to resolving difficulties. Explain. മാനസാന്തരം, പ്രാർത്ഥന, ഉപവാസം എന്നിവ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വഴിയൊരുക്കുന്നു. വിശദീകരിക്കുക. ഇതും 3 ഭാഗമായിട്ട്. ആദ്യത്തെ ഭാഗം എന്തായിരുന്നു പ്രശ്നം, 2 എപ്രകാരം അവർ പ്രശ്നത്തെ നേരിട്ടു, 3 പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടായി എന്നുള്ളത് എഴുതണം. എന്തായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രവാസത്തിലായിരിക്കുന്ന യഹൂദർ നേരിട്ട പ്രതിസന്ധികൾ? 1, സ്വന്തം രാജ്യവും അവരുടെ ദേവാലയവും ഒക്കെ വിട്ട് പ്രവാസത്തിൽ കഴിയേണ്ടി വന്ന ജനതയാണിത്. അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് ഈ വലിയ പേർഷ്യൻ ഇവരോട് നേരിടാനോ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. അവരുടെ ആവശ്യങ്ങൾ ചെന്ന് രാജസന്നിധിയിൽ പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. രാജ്ഞിയായ എസ്തേറിന് പോലും രാജസന്നിധിയിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ആ സമയത്ത് അവരെ മുഴുവൻ നീക്കം ചെയ്യുവാൻ തക്കവണ്ണം വലിയ ഒരു പ്രശ്നം, ഹാമാൻ ഒരു വലിയ ഒരു നീക്കവും കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതാണ് പ്രശ്നം. ഇനിയും ഇതിനുള്ള അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്, ആക്ഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. എന്ത് ചെയ്തു അവര് ഈ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം ഉണ്ടായത് തികഞ്ഞ അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും മൂലമാണ്. എസ്തേർ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തീരുമാനിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഈ എസ്തേറും മൊർദെഖായിയും യഹൂദ ജനവും പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. 1, മൊർദെഖായി അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ച് വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടു. Mordecai lamented loudly, tore his garments and wore sackcloth and ashes എന്നാണ് പറയുന്നത്. യഹൂദ ജനം അവിടെ ഈ എല്ലാ സംസ്ഥാനത്തും വലിയ കരച്ചിലും വിലാപവും സങ്കടവും ഒക്കെ ഉണ്ടായി. യഹൂദരെല്ലാം 3 ദിവസം രാവും പകലും ഒന്നും കഴിക്കാതെ എസ്തേറിന് വേണ്ടി ഉപവസിച്ചു. All Jews in Susa prayed for Esther without eating or drinking for 3 days. അതുപോലെ എസ്തേറും അവളുടെ ബാല്യക്കാരത്തികളും ഇതുപോലെ 3 ദിവസം കഴിക്കാതെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ അനുതാപത്തോടെയും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും കണ്ണീരോടും കൂടി അവരവരുടെ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രതിസന്ധിക്കുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്? എന്താണ് സൊല്യൂഷൻ? ഒരു ജനതയ്ക്ക് മുഴുവൻ ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ അവർക്ക് വിജയവും ലഭിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി അടുത്തത്, what did Mordecai do when he heard about the move to destroy the Jews? യഹൂദരെ നശിപ്പിക്കുവാനുള്ള നീക്കത്തെ കുറിച്ച് കേട്ടപ്പോൾ മൊർദെഖായി എന്താണ് ചെയ്തത്? അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ച് വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടു. Mordecai lamented loudly, tore his garments and wore sackcloth and ashes when he heard about the move to destroy Jews. ഇനി അതിനുശേഷം, what was the reward God had given for repentance, tears and fasting and actions with complete reliance on God? അനുതാപത്തോടും കണ്ണീരോടും ഉപവാസത്തിനും ദൈവാശ്രയത്തോടു കൂടിയുള്ള പ്രവർത്തനം ദൈവം നൽകിയ പ്രതിഫലം എന്തായിരുന്നു? ഒരു ജനതയ്ക്ക് മുഴുവൻ ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ അവർക്കുണ്ടാകുന്ന വിജയവും. എന്തൊക്കെയാണ്? ഇറ്റ് ബ്രോട്ട് റിലീഫ് ആൻഡ് വിക്ടറി ടു ദി എൻറ്റയർ ജൂയിഷ് പീപ്പിൾ എന്നുള്ളതാണ്. ഇനി അടുത്ത ഭാഗം, The answer God has for pride. Explain. അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി വിശദീകരിക്കുക. ആരെ പറ്റിയാണ് വിശദീകരിക്കേണ്ടത്? ഹാമാനെ പറ്റി വിശദീകരിക്കണം. ആരായിരുന്നു ഹാമാൻ എന്നെഴുതണം. എന്തായിരുന്നു ഹാമാന്റെ നീക്കം എന്നെഴുതണം. എന്ത് സംഭവിച്ചു ഹാമാന് എന്നുള്ളത് എഴുതണം. എന്തൊക്കെ എഴുതണം? ആരായിരുന്നു ഹാമാൻ? രാജകൊട്ടാരത്തിലെ ഒരു ഉന്നത സ്ഥാനി,
രാജാവിൽ നിന്ന് കയറ്റവും ഉന്നത പദവിയും തന്നോടുകൂടിയുള്ള എല്ലാ പ്രഭുക്കന്മാർക്കും മേലെയുള്ള സ്ഥാനവും ലഭിച്ചവനായിരുന്നു ഹാമാൻ. അതുപോലെ അഹങ്കാരിയും ദുരുപായിയും അതുപോലെ തന്നെ അമാലേക്യരുടെ രാജാവായ ആഗാഗിന്റെ പിൻഗാമിയുമായിരുന്നു ഹാമാൻ. എന്ത് തീരുമാനിച്ചു? മൊർദെഖായി തന്നെ ആദരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ചാൻസ് to eliminate not only Mordecai but also every Jew in Persian Empire. ഈ അഹങ്കാരത്തിന് എന്ത് സംഭവിക്കുകയാണ്? രണ്ട് കാര്യങ്ങൾ എടുത്ത് നമ്മൾ അവിടെ പറയണം. ഒന്ന്, കരുണയില്ലാതെ വധിപ്പാൻ ഇറങ്ങിയവന് കരുണയില്ലാത്ത വിധി പകരം കിട്ടുന്നു. ദി പേഴ്സൺ ഹു സീക്ക് ഔട്ട് ടു ജഡ്ജ് വിത്തൗട്ട് മേഴ്സി റിസീവ്ഡ് എ ജഡ്ജ്മെന്റ് വിത്തൗട്ട് മേഴ്സി. 50 മുഴം നീളമുള്ള കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുകയാണ്. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ എന്ന സദൃശ്യവാക്യം 16-ാം അധ്യായം 18-ാം വാക്യം. നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം എന്നുള്ള സദൃശവാക്യം ഹാമാനിൽ സത്യമാവുകയാണ്. ഈ വീഴ്ചയ്ക്ക് കാരണമായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, ഹാമാന്റെ ദൈവത്തെ മറന്നുള്ള പ്രവർത്തികൾ, അതുപോലെ തന്നെ യഹൂദ ജനത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മറന്നു പോയിട്ടുള്ള പ്രവർത്തനം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കണം. ഇനിയും ഹു വാസ് ഹാമാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ്? ഹി വാസ് എ ഹയർ ഒഫീഷ്യൽ ഇൻ ദി പാലസ്. രാജകൊട്ടാരത്തിലെ ഒരു ഉന്നത സ്ഥാനി, രാജാവിൽ നിന്ന് കയറ്റവും ഉന്നത പദവിയും തന്നോടുകൂടി ഇരിക്കുന്ന സകല പ്രഭുക്കന്മാർക്കും മേലെയുള്ള സ്ഥാനവും പ്രാപിച്ചവനായിരുന്നു ഹാമാൻ. എലിവേറ്റഡ് ബൈ ദ കിങ് ആൻഡ് വാസ് ഗിവൻ എ സീറ്റ് ഓഫ് ഓണർ ഹയർ ദാൻ ദാറ്റ് ഓൾ അതർ നോബിൾസ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാലേക്യരുടെ രാജാവായിരുന്ന ആഗാഗിന്റെ ഒരു ഡിസെൻഡന്റ് ആയിരുന്നു, ഒരു പരമ്പരയിൽപ്പെട്ട പിൻഗാമിയായിരുന്നു എന്നുള്ളതും കൂടെ എഴുതാം. ഹാമാൻ വാസ് എ ഡിസെൻഡന്റ് ഓഫ് ഡാഷ്, ദ കിങ് ഓഫ് ദ ഡാഷ്. ഹാമാൻ ഡാഷ് രാജാവായ, അമാലേക്യ രാജാവായ ആഗാഗിന്റെ പിൻഗാമിയായിരുന്നു. ഹാമാൻ വാസ് എ ഡിസെൻഡന്റ് ഓഫ് ആഗാഗ്, ദ കിങ് ഓഫ് അമാലേക്കൈറ്റ്സ്. ഇനി നെയിം ഓഫ് ഹാമാൻസ് വൈഫ്, ഹാമാന്റെ ഭാര്യയുടെ പേര് സേരഷ് എന്നുള്ളതാണ്, അത് ഓർത്തിരിക്കണം. ഇനിയും അതിനുശേഷം ഡാഷ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡാഷ് ഡാഷ് ബിഫോർ എ ഫോൾ. നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ എന്താണ്? വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ എന്നുള്ളതാണ്. A woman assigned to the task of liberation. വിമോചനത്തിനായി നിയോഗിക്കപ്പെട്ട വനിത എന്നുള്ള അവസാനത്തെ പോയിന്റ്, അതും വിശദീകരിക്കാൻ സാധിക്കണം. എന്തൊക്കെ എഴുതണം? ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയെയാണ് തന്റെ ജനത്തെ വിമോചിക്കുവാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിക്കുന്നത്. അത് വളരെ വിവേകത്തോടും ദൈവാശ്രയത്തോടും കൂടി മനോഹരമായിട്ട് നിറവേറ്റുന്ന എസ്തേറിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എസ്തേറിന്റെ സവിശേഷതകൾ? അവസാനത്തെ ക്വസ്റ്റ്യനും കൂടെ ഉള്ള ഉത്തരമാണ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എസ്തേർ? അനുസരണ, ഒബീഡിയൻസ്, മിതത്വം, മോഡറേഷൻ, സ്വന്തം ജനത്തെക്കുറിച്ചുള്ള എരിവ്, സീൽ ടുവേർഡ്സ് ഹെർ പീപ്പിൾ, സൗന്ദര്യം, രൂപവതിയും സുമുഖിയും, ബ്യൂട്ടിഫുൾ. സ്വജീവിതത്തിലുപരി യഹൂദ ജനത്തെ സ്നേഹിച്ചതിനാൽ തന്നെ അനുവാദമില്ലാഞ്ഞിട്ടും രാജസന്നദ്ധിയിൽ ചെല്ലുവാൻ ധൈര്യം കാണിച്ചവൾ. The one who was brave enough to enter king's presence without permission just because she loved Jewish people more than her life. തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവൾ. Who acquired strength through intense fasting. മൊർദെഖായിക്ക് രാജസന്നദ്ധിയിൽ സ്വീകാര്യത ഏറ്റിയവൾ. Who augmented the standing of Mordecai in the eyes of king. യഹൂദ ജനത്തിന് സ്വന്തം വിവേകത്താൽ സംരക്ഷണം ഒരുക്കിയവൾ. Who brought protection to the Jewish people through her wisdom. അവരുടെ വിമോചനത്തിന് വഴിയൊരുക്കിയവൾ. Who paved their path to freedom. വലിയ ചുമതലകൾ ഉചിതമായി നിറവേറ്റുന്ന വനിത. Who carried out great responsibilities in the most appropriate manner. ഇതുകൊണ്ടൊക്കെയാണ് കർത്താവ് ഒരു വലിയ ഒരു നിയോഗം, തന്റെ ജനത്തെ വിമോചിക്കുവാൻ തക്കവണ്ണമുള്ള നിയോഗം ദൈവം എസ്തേറിനെ ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇത്രയുമൊക്കെ ചോദ്യങ്ങൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗവും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളും ഒക്കെ ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അത് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് കൂടുതൽ ആൻസേഴ്സ് എഴുതണം. അപ്പൊ ഈ ഭാഗം നല്ല ക്ലിയർ ആവും. ഇത്രയുമൊക്കെ ഉള്ളൂ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
മനസ്സിലായി ഈ ഒരു ചാപ്റ്റർ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററോട് കൂടി കാണാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.